ഹായ് ഹലോ. ഇത് കണ്ട അവക്കാഡോ ഒക്കെ പോലെ തോന്നുമെങ്കിലും പേരയ്ക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടുകാരനെല്ലാം തോന്നുന്നു. എന്തായാലും ഒരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. ഷുഗർലെസ് ജ്യൂസ്. ഇത്രയും വലിയ പേരയ്ക്ക ജ്യൂസ് കുടിക്കാൻ എനിക്ക് ഗ്ലാസ് ഒന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഇതിൻ്റെ നടുവിലുള്ള പോർഷൻ അങ്ങ് എടുത്തു മാറ്റി. അത് ജ്യൂസ് അടിച്ച് ഇതിലൊഴിച്ച് കുടിക്കാമല്ലോ. അങ്ങനെ ഉള്ളിലുള്ള കാമ്പെല്ലാം എടുത്തു മാറ്റി. അതിനുശേഷം അതിൻ്റെ കൂടെ ഒരു 2 പഴവും കൂടി ആഡ് ചെയ്തു കേട്ടോ. അത് കുറച്ചൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പഴവും കൂടി ആഡ് ചെയ്തു. മൈസൂർ പഴമാണ് കേട്ടോ ആഡ് ചെയ്തത്. അങ്ങനെ ഈ പഴവും ഈ ഉള്ളിലുള്ള കാമ്പും കൂടി നന്നായിട്ട് അരച്ചെടുത്തു. സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിലൊഴിച്ച് കുടിക്കാം. പക്ഷെ പണി എന്താ കിട്ടിയതെന്ന് വെച്ചാൽ, ഇത്രയും വലിയ പേരയ്ക്ക് അത്രയും വലിയ കുരു ഉണ്ടായിരുന്നു ഗൈസ്. അത് അരഞ്ഞിട്ടുമില്ല. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സംഭവം കിട്ടും, ടേസ്റ്റാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഷുഗർ വേണ്ടവർക്ക് ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് ഷുഗർ വേണ്ടാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല. ഇത് നമുക്ക് കുടിക്കുകയും ചെയ്യാം, കുടിച്ചു കഴിഞ്ഞാൽ കഴിക്കുകയും ചെയ്യാം. ആ കുരുവിനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഇത് മുഴുവൻ കുടിച്ചു തീർക്കാൻ നമ്മളെ കൊണ്ടൊന്നും ആവില്ലാന്നേ. അതുകൊണ്ട് കുറച്ച് കുടിച്ചു, കുറച്ച് കഴിച്ചു. ബാക്കി ഞാൻ വീട്ടിലുള്ളവർക്കും കൊടുത്തു. ഇനി അവർക്കൊന്നും കൊടുത്തില്ല എന്ന് പറയണ്ട. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.